മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ മയക്കുവെടിവെക്കും അനുമതി തേടി ഡിഎഫ്ഒ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് കത്തയച്ചു. വയനാട്ടിൽ നിന്നുള്ള വിദഗ്ധ സംഘം കൂരങ്കലിൽ എത്തും. ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചായിരിക്കും തുടർ നടപടി. ആനയെ കിണറിനുള്ളിൽ വച്ച് തന്നെ മയക്കുവെടി വെക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആനയെ മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള എല്ലാ ശ്രമവും ഉണ്ടാകുമെന്ന് ഡിഎഫ്ഒ പി കാർത്തിക് പറഞ്ഞു. അതേസമയം പി വി അൻവർ കാട്ടാന കിണറ്റിൽ വീണ സ്ഥലത്തെത്തി. കേരളം തുറന്നിട്ട മൃഗശാലയായി മാറിയെന്ന് പി വി അൻവർ ആരോപിച്ചു. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്, മൃഗങ്ങളുടെ സ്വന്തം നാടായി മാറുന്ന അവസ്ഥയുടെ ഏറ്റവും അവസാനത്തെ തെളിവാണിത്. ഈ ജനവാസ കേന്ദ്രങ്ങളിൽ ഈ ആനകളെ മേയാൻ വിടുകയാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ആളുകളെ ചവിട്ടിക്കൊന്നാൽ അപ്പം കൊടുക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നൽകിയ 5 ലക്ഷം ഉണ്ട്. അതിന് ചെക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് ഒരു JCB കൊണ്ടും ഇത് കീറും, ആനയെ കയറ്റിവിടും. ആ രീതിയിൽ ഇനി ഈ പ്രദേശത്ത് ഇത് കയറ്റിവിടാൻ അനുവദിക്കില്ല. മനസ്സിലായില്ലേ? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഇങ്ങനെ കിണറ്റിലും ഒക്കെ ചാടുന്ന ആന അവിടുന്ന് മണ്ണ് കൂട്ടി ആ കിണർ മൂടി ആനയെ കൊന്നുകളയണമെന്നാണ്. ജനങ്ങൾക്ക് സംരക്ഷണമില്ലാത്തൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിന് ആവശ്യമില്ല. ജനവികാരത്തിന് ഒപ്പമല്ല, മൃഗങ്ങളുടെ ഒപ്പമാണ് വനം വകുപ്പ്. ഇപ്പോൾ ഇത് തീരുമാനം എന്നുള്ളത് ഇത് തന്നെയാണ്. ഇപ്പോൾ ആനയെ ഇവിടെ ഇരുന്ന് മാറ്റിക്കൊണ്ടുപോകാനുള്ള അതായത് ഇത് ക്യാപ്ചർ ചെയ്യാനുള്ള ആർഡർക്ക് വേണ്ടി നമ്മളൊന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ആർഡർ കിട്ടും. അത് കിട്ടുമ്പോഴത്തേക്കും വയനാട്ടിലുള്ള ടീം ഇവിടെ ഉണ്ടാവും. ആന വന്നിട്ട് അത് എങ്ങനെ റെസ്ക്യൂ ചെയ്യാനുള്ളത് ഇനി അവരാണ് വന്നിട്ട് നോക്കിയിട്ടാണ് ഡെസിഷൻ എടുക്കേണ്ടത്. ഇല്ല, ഇത് കിണറ്റിൽ തന്നെ വെച്ചിട്ട് മയക്കുവെടി വെക്കാം എന്നുള്ളതിൽ ആക്ച്വലി അത് അത്ര ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല. ബിക്കോസ് ഇത് വടം വെച്ച് JCB വെച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല അത്. ബട്ട് അത് എന്തായാലും ഇതും ഉണ്ടാവും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുടെ ഓർഡർ ഉണ്ടാവും. അത് ആ അനിമലെ ക്യാപ്ചർ ചെയ്യാനുള്ള ഓർഡർ ഉണ്ടാവും. അത് നമുക്ക് നടപ്പിലാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ ചെയ്യും. ഇത് വയനാട്ടിൽ എന്താണ് പറഞ്ഞത്, ഇവിടെ നമുക്ക് ഡോക്ടറുണ്ട്. എന്തായാലും കുറച്ച് ഇതിലെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാർ ഇത് വയനാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അവർ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഇതാവും. മുബഷീർ പി അക്ബർ നൽകും കൂടുതൽ വിവരങ്ങൾ. മുബഷീർ, കേരളത്തെ തുറന്നിട്ട മൃഗശാല എന്നാണ് പി വി അൻവർ അവിടെ എത്തി വിശേഷിപ്പിച്ചതായി കണ്ടത്. എല്ലായിടങ്ങളിലും വന്യമൃഗങ്ങൾ ഇറങ്ങുന്നു എന്നത് വെച്ചായിരുന്നു ആ പരാമർശം. അതോടൊപ്പം ഇപ്പോൾ ആ കിണറ്റിൽ കിടക്കുന്ന കാട്ടാനയെ മയക്കുവെടി വെച്ച് മുകളിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണോ? ആന ഇപ്പോൾ അവിടെ അനങ്ങാതെ നിൽക്കുകയാണോ? എന്താണ് സാഹചര്യം? മലപ്പുറം ഊർങ്ങാട്ടിരിയിലാണ് ആന കിണറ്റിൽ വീണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കാട്ടാനയെ മയക്കുവെടി വെക്കുന്നതിനുള്ള അനുമതി തേടിയിട്ടുണ്ട് ഡിഎഫ്ഒ. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ മറുപടി കിട്ടിക്കഴിഞ്ഞാൽ വയനാട്ടിൽ നിന്നുള്ള വിദഗ്ധ സംഘം കൂരങ്കലിലേക്ക് എത്തും. ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചായിരിക്കും. കിണറ്റിൽ വെച്ച് തന്നെ മയക്കുവെടി വെക്കണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള ശ്രമവും നടത്തും എന്നാണ് വനം വകുപ്പ് അറിയിക്കുന്നത്.